Hey guys, assalamualaikum. Welcome back to my channel. യെസ്, അപ്പോൾ ഇത് 12th റംദാനിൻ്റെ നൈറ്റാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ബിക്കോസ് എനിക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് ഐ വോണ്ട് യു ഗൈസ് ടു നോ ഹൗ എൻ്റെ ഒരു 24 hours എങ്ങനെ പോകും റംദാനിലെന്ന് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നൈറ്റ് തൊട്ട് നാളെ വരെ ഇങ്ങനെ കണ്ടിന്യൂ വീഡിയോ എടുക്കുക. യൂഷ്വലി ഞാൻ അത്താഴത്തിന് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണല്ലോ സ്റ്റാർട്ട് ചെയ്യണം, ചിലപ്പോൾ ഉച്ചയൊക്കെ ആവും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് നൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നാളെ വരെ ഡിന്നർ വരെയൊക്കെ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. സോ നിങ്ങൾക്കും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും വീഡിയോസ് കാണുന്നതെന്ന്, എനിക്കും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് എന്തായാലും 12th റംദാനൊക്കെ കഴിഞ്ഞു, നമ്മൾ ലാസ്റ്റൊക്കെ കഴിച്ച് ഇപ്പോൾ ബെഡ് ടൈമാണ്. എബു സ്റ്റിൽ ഉറങ്ങിയിട്ടില്ല ഗൈസ്, അവനെ ഉറക്കിയിട്ട് വേണം എനിക്ക് ഉറങ്ങാൻ. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എപ്പോഴും ഞാൻ ആസ് യൂഷ്വൽ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന സ്കിൻ കെയർ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. എനി ഹൗ വി ആർ ഈറ്റിംഗ് ഹലാൽ ഫുഡ്സ്, അപ്പോൾ നമുക്ക് സ്കിൻ കെയറും ഹലാലായിരുന്ന ദാറ്റ്സ് ബെറ്റർ യുനോ. അപ്പോൾ ഐ എം യൂസിങ് റാനിയാസ് 100% ഹലാൽ സ്കിൻ കെയർ പ്രോഡക്റ്റ്. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നൈറ്റ് ക്രീമാണ്. സോ ലെറ്റ് മീ ഷോ യു. യെസ്, ദിസ് ഇസ് ദ നൈറ്റ് ക്രീം. ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോണത്. ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഐ എം ഹാവിങ് എ വിസിബിൾ ചേഞ്ച്, യു ഗൈസ് ക്യാൻ സീ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് രാവിലെ ഇങ്ങനെ എനിക്കിപ്പോൾ ഒരു ഫ്രഷ് ഫീലാണ്. ആൻഡ് യു ഗൈസ് നോ റാനിയാസ് പ്രോഡക്ട്സ് ആർ 100% ഹലാൽ, ദേ ആർ ആൽക്കഹോൾ ഫ്രീ ആൻഡ് ദേ ഹാവ് 24K ഗോൾഡ്. അപ്പോൾ ഇതിട്ടിട്ട് എൻ്റെ ഫ്രഷ് ലുക്ക് നിങ്ങൾക്ക് അത്താഴത്തിന് കാണാൻ പറ്റും. സോ ലെറ്റ് മീ യൂസ് ദിസ്. The packaging is too good. Look at that instant glow. ആ ഇട്ടപ്പോൾ തന്നെ ഒരു ഗ്ലോ കണ്ടില്ലേ ഗൈസ്? ഇത് നമ്മൾ സ്കിന്നിനെ റിപ്പയർ ആൻഡ് റിന്യൂ ചെയ്തിട്ട് നമുക്കൊരു നല്ല ഗ്ലോ തരുന്നതായിരിക്കും. നൗ ഇറ്റ്സ് ടൈം ടു സ്ലീപ്പ്. എവരിനെ ഉറക്കിയിട്ട് വേണം ഉറങ്ങാൻ. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഗുഡ് നൈറ്റ്. വിൽ സീ യു ഓൾ ഇൻ സുഹൂർ. ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ അത്താഴത്തിന് എണീറ്റു. യൂഷ്വലി ഇപ്പോൾ 1-2 ദിവസം നമ്മൾ എണീക്കാറുണ്ടായിരുന്നില്ല ബിക്കോസ് നമ്മൾ ഉറങ്ങുമ്പോൾ തന്നെ ലേറ്റ് ആവും. അങ്ങനെ ലേറ്റ് കഴിച്ചിട്ട് തന്നെ നമ്മൾ ഉറങ്ങും. പക്ഷേ ഇനി മുതൽ എണീക്കണം ബിക്കോസ് വി ഫീൽ ടയേർഡ്. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ല വിശന്ന് ടയേർഡാവും ഗൈസ്. അപ്പോൾ ഇന്ന് അത്താഴത്തിന് ഞാൻ കുറച്ച് പ്രോട്ടീനായിട്ട് എഗ് ആൻഡ് ബനാന ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ യാ, പറഞ്ഞ പോലെ ലുക്ക് അറ്റ് ദ ഗ്ലോ. എൻ്റെ ഫേസ് കണ്ടില്ലേ? ഇറ്റ് ലുക്സ് സോ ഫ്രഷ് ബൈ ദ വേ. അപ്പോൾ യാ, നമുക്ക് ബനാന ഇതൊക്കെ കഴിക്കാം. ടൈം ഉണ്ടെങ്കിൽ ഈറ്റ് സംതിങ് എൽസ് ഓൾസോ. എന്താണ് ഫേസിന്റെ ഗ്ലോ ഒക്കെ കാരണം? ഐ എം യൂസിങ് റാനിയാസ് നൈറ്റ് ക്രീം സിൻസ് എ വീക്ക് ഐ ഗെസ്. നല്ല വിസിബിൾ ചേഞ്ചസ്. ഡു യു ഫീൽ? ഞാനതാ ചോദിച്ചത്, എന്താണ് കാരണം? നീ പെട്ടെന്ന് എനിക്ക് പറഞ്ഞപ്പോൾ എന്താ കാരണമൊന്നും പറയാനല്ലോ. ലുക്സ് സോ ഗുഡ്. നല്ല ഇല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ നമ്മൾ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരുമാതിരി ആയിരിക്കും ഫേസ്. യാ, ലുക്സ് ഗുഡ്. ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട്. യാ, ലെറ്റ്സ് ഈറ്റ് ഫാസ്റ്റ്. വി ഡോണ്ട് ഹാവ് ടൈം. ഫീലിംഗ് സോ ഗുഡ്. ഐ എം ഫിൽഡ്. നല്ലോണം കഴിച്ച് ഗൈസ്. ഫ്രൂട്ട്സ്, പ്രോട്ടീൻസ്, ഫൈബേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളി. ആൻഡ് വാട്ടർ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. സോ എത്ര വെള്ളം കുടിക്കാൻ പറ്റും അത്രയ്ക്ക് വെള്ളം കുടിക്കൂ. ഡേ ടൈം കുടിക്കാൻ പറ്റില്ലല്ലോ. സോ ഈ ഒരു ബോട്ടിലെന്തോ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം ട്രൈ ചെയ്യട്ടെ. ഹേ ഗൈസ്, അപ്പോൾ അത്താഴത്തിന് നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 hours ഐ സ്ലെപ്റ്റ്. 2 hours ഇങ്ങനെ റെസ്റ്റ് എടുത്തു ബിക്കോസ് ഇന്ന് കുറച്ചധികം പണി ഉണ്ടാവും. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നമ്മുടെ ഉമ്മയുടെ ആണ്ടാണ്, ബേബിയുടെ ഉമ്മയുടെ ആണ്ടാണ് ഇന്ന്.
14th രാവാണ് ബേബിയുടെ ഉമ്മയുടെ ആണ്ട് നമ്മളെപ്പോഴും ഇവിടെ ഇതാക്കണം ഓതിട്ടൊക്കെ. അപ്പോൾ ഇന്ന് ആ ഒരു ഡേ ആണ്. ഇറ്റ്സ് സ്പെഷ്യൽ ഫോർ അസ്. അപ്പോൾ ഓതാനൊക്കെ ഉണ്ട്, പെട്ടെന്ന് പണിയൊക്കെ തീർത്തിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. സോ ഫുൾ എനർജറ്റിക് ആയിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് രാവിലെ മുതൽ തന്നെ. അപ്പോൾ ഐ ആം റെഡി. ഞാൻ ഫ്രഷ് ആയിട്ട് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനി കിച്ചണിലോട്ട് പോകണം. ബട്ട് ബിഫോർ ഐ സ്റ്റാർട്ട് മൈ ഡേ, എൻ്റെ സ്കിൻ ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നൈറ്റ് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നൈറ്റ് ക്രീമൊക്കെ അപ്ലൈ ചെയ്തത്. ഇപ്പോൾ ഞാൻ അതൊക്കെ വാഷ് ചെയ്ത് ഫ്രഷായി ഡേ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ടോണർ അപ്ലൈ ചെയ്തിട്ടാണ്. ആൻഡ് നൗ ഐ എം യൂസിങ് റാനിയാസ് പ്രോഡക്റ്റ് ബിക്കോസ് ഇറ്റ്സ് 100% ഹലാൽ ആസ് യു നോ. പിന്നെ ആൽക്കഹോൾ ഫ്രീ ആണത്. സോ നൗ ഐ എം യൂസിങ് ടോണർ. ലെറ്റ് മീ ഷോ യു. സോ ഗൈസ്, ഇതാണ് ടോണർ. റാണിയുടെ 100% ഹലാൽ ടോണറാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഇങ്ങനെ സൂപ്പർ സപ്പിളാവും. ഇതിൽ റോസ് വാട്ടർ എക്സ്ട്രാക്റ്റ് ആണ് ഉള്ളത്. നല്ല ഫ്രേഗ്രൻസ് ആണ്. ആൻഡ് ഇറ്റ് ഗീവ്സ് us ഹെൽത്തി ഗ്ലോ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വെക്കാൻ പോകുന്നത് നല്ല അടിപൊളി ബീഫ് കറിയാണ് ഗൈസ് വെക്കാൻ പോണത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യട്ടെ. ഗൈസ്, അങ്ങനെ അത്യാവശ്യ പണിയൊക്കെ കഴിഞ്ഞു. ബീഫ് കറിയൊക്കെ വെച്ചു, സമോസ ഉണ്ടാക്കി. പിന്നെ സോൺ ഇന്ന് എന്തോ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട് ചിക്കൻ വെച്ചിട്ട്. സോ ഷീസ് ഗെറ്റിംഗ് ഓൾ ദ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ബിക്കോസ് ഐ ഹാവ് ടു ഷൂട്ട്. അപ്പോൾ എൻ്റെ അത്യാവശ്യ പണിയൊക്കെ ഒതുങ്ങി. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ഫേസൊക്കെ സെറ്റാക്കിയിട്ട് താഴെ പോകാമെന്ന് വിചാരിച്ചു. സോ ഒന്ന് ഷൂട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ now I'm using റാനിയാസ് CC ക്രീം. ഇതൊരു ഫൗണ്ടേഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യണത്. പിന്നെ നമുക്ക് സ്കിന്നിന് നല്ലൊരു ഡ്യൂവി ഗ്ലോവി ലുക്ക് തരുന്നതായിരിക്കും. ഇഫ്താർ പാർട്ടിക്കൊക്കെ നിങ്ങൾ പോകണമെങ്കിൽ മസ്റ്റായി പ്രോഡക്റ്റാണ്. യു ഹാവ് ടു ട്രൈ ദിസ്. പിന്നെ ഒരു 8 hours ലോങ് ലാസ്റ്റിംഗ് ഉണ്ട് ഇത്. സോ ലെറ്റ്സ് യൂസ് ദിസ് guys. And it acts as a tinted moisturizer actually. നമുക്ക് നല്ലൊരു ജൂവി ലുക്കാണ് ഇത് തരാൻ പോണേ. I'll show the package. So let's apply it. ഒരു സ്കിൻ കെയർ കൂടെയാണ് ഇത്. And look at the difference. ഒറ്റടിക്കൊരു ഫ്രഷ് ലുക്ക്. ആ ഒരു വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് ഫേസ് ഡല്ലായിട്ടുണ്ടെങ്കിൽ ഒറ്റടിക്കൊരു റിഫ്രഷ്ഡ് ഫ്രഷ് മോയ്സ്ചേർഡ് ലുക്ക്. യെസ്, ഐ ആം റെഡി. അപ്പോൾ ഇനി ഇഫ്താർ വരെ ഒന്നും വേറെ റെഡി ആവേണ്ട കാര്യമൊന്നുമില്ല. ലുക്കിംഗ് സോ ഗുഡ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്ത ഈ 3 പ്രോഡക്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. ആൻഡ് സ്പെഷ്യൽ ഓഫറാണ് റംദാനിൽ. 60% ഓഫാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോണത്. ദാറ്റ് ടു ഇൻ ആമസോൺ. ആൻഡ് അത് മാത്രമല്ല, എൻ്റെ കൂപ്പൺ കോഡായ റാനിയ RS 250 എന്ന് നിങ്ങൾ ആക്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് അഡീഷണലി 250 rupees ഓഫ്. സോ ഡോണ്ട് മിസ് ദിസ് ചാൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സോൺ എന്തൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടാണെന്ന് നോക്കാം. ആൻഡ് ലെറ്റ്സ് ഷൂട്ട് ദാറ്റ്. എല്ലാവർക്കും എൻ്റെ ജുമാ മുബാറക്. നമ്മുടെ റമദാൻ തുടങ്ങിയിട്ട് 2ാമത്തെ ജുമയാണ്. അതായത് ഇന്ന് 14ാം രാവും കൂടെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാ വർഷവും കറക്റ്റായിട്ട് കാണുന്നവർക്ക് അറിയാം 14ാം രാവിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എൻ്റെ ഉമ്മാൻ്റെ ആണ്ടാണ്, ഉമ്മ മരിച്ച ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഒരു ജുമായും കൂടെ ആകുമ്പോഴത്തേക്കും 14ാം രാവിൻ്റെ ഈ ഒരു ബർക്കത്ത് കൊണ്ടിട്ട് എൻ്റെ ഉമ്മയുടെ ഖബറിലേക്ക് എല്ലാവരും ദുആ ചെയ്യണം. എൻ്റെ ഉമ്മയുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് കിട്ടാനും അതേപോലെ തന്നെ
ഖബർ വിശാലമാക്കി കൊടുക്കാനും നിങ്ങൾ ദുആ ചെയ്യണം. അപ്പോൾ ഞാനും ഇപ്പോൾ പോയിട്ട് നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒരു ജുമാ മുബാറക്. പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കായിരിക്കണം നമുക്ക് കൂടുതൽ സമ്മാനങ്ങൾ നമുക്ക് കൊടുക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. കഴിഞ്ഞ ജുമാക്ക് ഞങ്ങൾ എന്തായിരുന്നു ചെയ്തത്? ഇപ്പൊ നമ്മള് ഈ ജുമാക്ക് നമ്മള് എന്താണ് ഇപ്പൊ നിങ്ങൾ കിച്ചണിലെ വർക്കൊക്കെ അല്ല ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ജുമാക്ക് ഇതേപോലെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജുമാ മുബാറക് പറഞ്ഞിട്ട്. ആ ടൈമിൽ ഞങ്ങൾ എന്തായിരുന്നു, ഞങ്ങൾ എന്ത് ചെയ്ത് വെച്ച് എന്ത് ചെയ്ത് വെച്ച് അതാണ് സർപ്രൈസ് ക്വസ്റ്റ്യൻ അല്ലേ? പശു ആലോചിക്കണം എന്ത് ചെയ്യണായിരുന്നു. അപ്പൊ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പിന്നെ ഒരാൾ ഇട്ട കമന്റ് കോപ്പി ചെയ്ത് ആരും ഇടണ്ട. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള കമന്റ് തോന്നുന്നവർക്കാണ് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാറ്. ഓക്കെ, അപ്പൊ ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം. സോനു അടിപൊളിയായിട്ട് ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണേ സോനു. സോനു വാസ് ലൈക്ക് ഞാൻ കുറച്ച് ദിവസം ആയില്ലേ ഇപ്പൊ ഒന്നും ഉണ്ടാക്കാതെ, ഞാൻ ടെൻസ്ഡ് പാളിപ്പോയാളാന്നൊക്കെ. ഞാൻ പറഞ്ഞു നമ്മളല്ലേ പാളിപ്പോവാതെ നോക്ക് മാക്സിമം. വീഡിയോക്ക് വേണ്ടി ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇവിടെ മറന്നു. നമ്മ ഒറ്റ സ്ട്രെച്ചിൽ പോകുമ്പോ എല്ലാം പെട്ടെന്ന് ലാസ്റ്റ് തിങ് അതും ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് വെച്ചൊക്കെ ഓരോന്നൊക്കെ വിട്ടും പോകും. ഹൗസ് മൈ ഗ്ലോ using Rania cream. It's good, right? Looking bright. നല്ല പോകുന്നുണ്ട്. അപ്പോൾ let's start. എന്താണ് സോനു ഇന്ന് ഉണ്ടാക്കാൻ പോണേ? ഇത് കണ്ടിട്ട് എന്താ തോന്നണ കാണിക്കേ. I'll show the ingredients. അവർ ഗെസ് ആകട്ടെ ആദ്യം. സോനു സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്, കൊറിയാണ്ടർ ലീവ്സ് എടുത്തിട്ടുണ്ട്, ഗാർലിക് എടുത്തിട്ടുണ്ട്, എഗ്, പിന്നെ അതിലെന്താ വൈറ്റ് കളർ പാല്, സോൾട്ട്. ഓക്കെ, ഇതെന്താ പൗഡർ? ചിക്കൻ മസാല ഐ ഗെസ്. അത് ചിക്കൻ മസാല, ടർമറിക്, പെപ്പർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഓക്കെ, ഒണിയൻ, സവാള, ഇച്ചിരി പച്ചമുളക്, ഷ്രെഡഡ് ചിക്കൻ എന്തൊക്കെ ഇട്ടിട്ടുണ്ടോ? സാധാരണ മഞ്ഞപ്പൊടി, ഉപ്പ്. സാധാരണ മഞ്ഞപ്പൊടി, ഹൈഫൈ ആയിട്ടുള്ളതൊന്നും ഇടണ്ടത്, സാധാരണ ഇട്ടാൽ മതി. നമ്മൾ സാധാരണ അല്ലല്ലോ, ഓർഗാനിക് അല്ലേ ഇട്ട്? ഓർഗാനിക് മഞ്ഞൾപ്പൊടി. നിങ്ങൾ നിങ്ങൾക്ക് മഞ്ഞ കളറിൽ ഏത് മഞ്ഞപ്പൊടി കിട്ടിയാലും ലോക്കൽ ആയാലും കുഴപ്പമില്ല. ആക്ച്വലി എനിക്ക് ഇതിന്റെ കളർ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഓർഗാനിക് ആണ് പശു, അതുകൊണ്ടാണ് ചിലപ്പോൾ മഞ്ഞ ഭയങ്കര മഞ്ഞൾ കാണാൻ. ഞാൻ അടിച്ചു വെച്ച് അത് കാണിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചത്. ഉപ്പ്, മഞ്ഞപ്പൊടി. എന്താ ഉണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞില്ല. ഇതാണ് സമൂസ ഷീറ്റ് ചട്ടിപ്പത്തിരി. വാവ്, നമ്മളങ്ങനെ ഉണ്ടാക്കാറില്ല അത്. അപ്പോ ഈസി ആണോ പ്രൊസീജിയർ അല്ലെങ്കിൽ ടഫാണോ? മസാല എടുത്ത് കഴിഞ്ഞാൽ ഇത് അസംബിൾ ചെയ്യുക. ഓക്കെ, മസാല എടുക്കലാണ് പണി. കണ്ടില്ലേ ഇപ്പൊ എത്ര അധികം മസാല ഒക്കെ ഉണ്ട്, അതാണ് പണി. അപ്പൊ നമുക്ക് മസാല ആദ്യം സോട്ട് ചെയ്യാൻ. ഇത്ര വേറെ ഒന്നും ഇടൂലല്ലേ? വെജീസ് ഒന്നും ഇടാറില്ല സോനു? ക്യാപ്സിക്കം അങ്ങനെ ഒന്നുമില്ല? ഒന്നുമില്ല ഗൈസ്. ബീഫ് കറി തുറന്ന സോനു ഞാൻ ചെയ്ത് വെച്ച് പോയിട്ട് തുറന്നിട്ടില്ല. ഓ മൈ ഗാഡ്, ഇറ്റ് ലുക്സ് ഗുഡ്. മല്ലിയില ഇടണം, എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വേണം കഴിക്കാൻ നമുക്ക്. ബീഫ് കറിയുടെ മഴ കേൾക്കുമ്പോൾ തന്നെ ബേബീസ് ലൈക്ക് എന്താണ് ഇന്ന് കറി? ഞാൻ പറഞ്ഞ ബീഫും പത്തിരികളും. ഞാൻ പറഞ്ഞ നമ്മൾ ബീഫും നെയ്ച്ചോറ് കഴിക്കാനാണ് പ്ലാൻ. നമുക്ക് നോക്കാം എന്താന്ന്. പിന്നെ അപ്പോൾ നമുക്ക് പാൻ വെച്ചു. പാനിൽ ഒന്നിടൂലേ? വിചാരിച്ച ഡ്രൈ. ബീഫ് കറിയുടെ ഇത് തുറന്നപ്പോൾ തന്നെ ഒരു നല്ല മണം. അബ്ബ, മക്കള്, പിള്ളേര്, മൂന്നെണ്ണം എല്ലാം റെസ്റ്റിലാണ്. സൈഗു അതും റെസ്റ്റാണ്, ഇരുന്നിട്ട് ടി വി കാണുന്നത്. ഇന്ന് ഫ്രൈഡേ, സാറ്റർഡേ സൺഡേ ലീവ് ഉണ്ട്, റെസ്റ്റിലാണ് എല്ലാം. സുനുന് ഇന്ന് മാത്സ് എക്സാം ഈസി ആയിരുന്നു എന്ന് പറഞ്ഞു. വി ആർ വെരി ഹാപ്പി. ഷീൽ ബി വെരി ടെൻസ്ഡ് മാത്സ് ഇന്ന ദിവസം. ഈ പ്രാവശ്യം 1 month ആയിട്ടുള്ള ട്യൂഷൻ ആയിട്ട്. നല്ല സാറാണ്. എന്നിട്ട് നമുക്ക് കൺഫ്യൂഷൻസ് അതെല്ലാം ക്ലിയർ ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. ആദ്യമായിട്ട് ഈസി ആയിരുന്നു അത് പറയുമ്പോ നമുക്ക് ഭയങ്കര ഹാപ്പി ആയി. അല്ല, ക്ലാസ്സിൽ അവർക്ക് ക്ലിയർ അല്ലെന്നല്ല, പക്ഷെ അത്രയും പിള്ളേരുള്ളതുകൊണ്ട് ടീച്ചറിനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ
ട്യൂഷൻ ആകുമ്പോൾ നമുക്ക് ഓരോരുത്തർ ഇവിടെ ഓരോ 8th ഒരു ബാച്ച് 9th 10th അങ്ങനെ 3 പിള്ളേർ 2 പിള്ളേരൊക്കെ ഉള്ളൂ. അപ്പൊ സാറ് അതിനനുസരിച്ച് കറക്റ്റായിട്ട് പോകുന്നതുകൊണ്ട് അവർക്കൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. ഇന്നലെ തന്നെ ഒരു ദിവസത്തിൽ 3 പ്രാവശ്യമല്ലേ എടുത്ത് സെഷനായിട്ട് എടുത്ത് രാവിലെ എടുത്ത് ട്യൂഷൻ, വൈകിട്ട് ട്യൂഷൻ എടുത്ത്, പിന്നെ നോമ്പ് തുറക്കുന്ന ടൈമിൽ വന്നിട്ട് പിന്നെ 7:30 ട്യൂഷൻ വെച്ച് അങ്ങനെ വെച്ച് കൊള്ളാം. ഹാർഡ് വർക്ക് സ്പേസ്. അതന്നെ, ഇനി നന്നായിട്ട് ഹാർഡ് വർക്ക് അവള് ചെയ്ത് സാറും പറഞ്ഞു അവള് നന്നായിട്ടൊന്ന് അവളുടെ മാക്സിമം കൊടുത്തതിന് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. അടുത്ത കൊല്ലം ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. 9th അല്ലേ അടുത്ത. ഇതെന്താണ് സുനു? ഞാൻ ബസ്സിനോട് പറഞ്ഞത് സുനു ഇങ്ങനെ പറഞ്ഞില്ലേ, സുനു 14 years ആയാലേ, 14 വയസ്സ് 9th ക്ലാസ്സിലോട്ടായി. ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ അതെ എന്റെ മൈൻഡ് ഇപ്പോഴും ഞാൻ ആ പഴയ ആ ഒരു മൈൻഡിൽ തന്നെ വന്നിട്ട് ഇപ്പോഴും ഒരു SSLC കുട്ടിയുടെ ഒരു ബസ്സിനെ കണ്ട ഒട്ടും പറയേ മെയിൻറ്റൈനിങ് അല്ലേ മനുഷ്യൻ. കണ്ടോ ഞാനും മെയിൻറ്റെയിൻ ചെയ്യും. കണ്ടിട്ട് സിസ്റ്ററാണ് സമയം ആവട്ടെ. ഇതിലെന്താ ഇട്ട പറഞ്ഞില്ല. വെളിച്ചെണ്ണ വെച്ച് അതൊക്കെ ആവശ്യമുള്ള സാധനം കറക്റ്റ് ഇടണം, എന്നാലും സെറ്റ് ആവുള്ളൂ. എനിക്കിഷ്ടല്ല കൂടുതലിട്ടോട്ടോ. എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടമില്ല. ഞാൻ ഇട്ട് നിനക്ക് വേണ്ടി എത്രയും ഇട്ടത് പറഞ്ഞോ? ആ മതി. ഇതെങ്ങനെയാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടാ, എനിക്കൊരു ഇമാജിനേഷൻ തന്നെ ഇല്ല. ചട്ടിപ്പത്തിരി ഇല്ലേ? അതല്ല ചട്ടിപ്പത്തിരി. പക്ഷെ അതിന്റെ പത്തിരി പേരായിരിക്കൂലെ മുകളില് അത് നമ്മ ഉണ്ടാക്കി. ഓ ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക് ചെയ്ത് ഈസി വർക്ക്. അത് നമ്മൾ ചുട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല വെച്ചിട്ട് പിന്നെ ചുട്ടിട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതങ്ങനെ. ഓക്കെ. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സമോസ ചീറ്റ് വെച്ചിട്ട് മുക്കിയിട്ട് വെക്കുക, അതിൻ്റെ ഉള്ളിൽ മസാല ഇടുക, പിന്നെ വെക്കുക, മസാല ഇടുക, വെക്കുക. എല്ലാം പറഞ്ഞ് തീർക്കണ്ട, ഷോർട്ടാക്കി. ഇനി ഇത് നല്ലോണം സോട്ടാവണോ അല്ലെങ്കിൽ സാധാരണ സോട്ടാവണമല്ലോ മതി, ഓവറാക്കണ്ട. ഉപ്പ് ഞാൻ കൂടുതൽ പറഞ്ഞില്ല, ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് പറഞ്ഞില്ലെങ്കിലും ദാറ്റ്സ് എ കോമൺ സെൻസ്, യു ഹാവ് ടു യൂസ് ദാറ്റ് ഗൈസ്. അതന്നെ ബിസിനസ് ആണെങ്കിൽ വിചാരിച്ചോട്ടെ ഉപ്പ് പറഞ്ഞില്ല, ഉപ്പ് പറഞ്ഞില്ല, അതൊന്നും ഞാൻ ഇട്ടില്ല. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഞാൻ ഫ്രഷായിട്ട് ഇട്ട്. ഓൾറെഡി ജില്ലകളിൽ പേസ്റ്റ് എണ്ണുണ്ട്, എന്നാലൊരു ഇവിടെ എല്ലാവർക്കും ഒരു ഇച്ചിരി ഇത് വേണം. മറ്റൊന്നും എന്തെങ്കിലും കുറച്ച് ഇഞ്ചി ഇട്ടില്ല, ഇടില്ല വൈകുന്നേരം. ഇനി അതിലേക്ക് നമുക്ക് ജില്ലകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഇച്ചിരി എടുത്തോളൂ ഞാൻ. ഓക്കെ. കുറച്ച് മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, പെപ്പർ ഒക്കെ നല്ലോണം മിക്സാക്കുക. ഇങ്ങനെ പച്ച മണം മാറി വരുമ്പോൾ ചിക്കൻ വിട്ട് കൊടുക്കാം. ഓക്കെ. അങ്ങനെ നമ്മുടെ മസാല റെഡി. ലാസ്റ്റ് സ്റ്റെപ്പായ ചിക്കനെ കുട്ടി 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 കൊതുകെ മര്യാദ എത്ര മതി? ഓ മതി മതി. അല്ലെങ്കിൽ കറിയില്ല, അല്ലെങ്കിൽ പറ്റിയാവോ? അല്ല, നിങ്ങൾക്ക് മല്ലിയില വേണോ? അത് വേണമെങ്കിൽ മതിയല്ലേ മല്ലിയില? അപ്പോൾ ചിക്കൻ വലിയ പീസൊക്കെ ഉണ്ടായിരുന്നത് ഇങ്ങനെ ചെറുതാക്കി. ശരി. അപ്പോൾ എനിക്ക് തോന്നി ചെറുതായി. ഇതിലേക്ക് ഇട്ടപ്പോൾ ചക്കാവോടെ അപ്പോൾ എല്ലാത്തരം വെക്കി ചെറുതാ. മസാല ലുക്സ് ഗുഡ് ആവാ, അടിപൊളിയായിരിക്കും തോന്നുന്നു. അപ്പം മസാല റെഡി. ഇനി നമുക്ക് അസംബിൾ ചെയ്യാം. അങ്ങനെ ചട്ടിപ്പത്തിരിക്ക് നമ്മൾ പാത്രം സൈസ് കണ്ട വേറെ ചട്ടിപ്പത്രം ഇച്ചിരി ഉണ്ടാവും. ഫുള്ള് ബാക്ക്ഗ്രൗണ്ടിൽ കബാബിന്റെ സമോസക്ക് വേണ്ടിയുള്ള മഷു പറഞ്ഞ സമോസത്തിനുള്ള അങ്ങനെയുള്ള വെജിറ്റബിൾ ഓയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ വെജിറ്റബിൾ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോക്കനട്ട് ഓയിൽ എടുത്തോ. എന്നിട്ട് ഞാൻ കറക്റ്റ് മേറ്റ് ഇടണ്ട, അതന്നെ ചട്ടി തന്നെ
അങ്ങനെ ഓയിലിട്ട് കൊടുത്ത ശേഷം നമുക്ക് എന്ത് തുടങ്ങാം? മുക്കിപ്പിടിക്കാൻ. അല്ല അതിനും മുക്കിയിടാൻ. യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ സമൂസ ഷീറ്റ് ഇങ്ങനെ കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കണമായിരുന്നു. ഇങ്ങനെയൊക്കെ ഇടുക. ഇങ്ങനെ ഇടുക. ഓഫാക്കണോ ഗ്യാസ്? ഇടും. സോനു വളരെ സാഹസികമായി വെച്ചോണ്ടിരിക്കുക ഗൈസ്. ഓക്കെ, അങ്ങോട്ടല്ലേ കോൺസെൻട്രേഷൻ എൻ്റെ വായ കണ്ടു. ഫുൾ കവർ ആവണേ നമ്മ മസാല ഇട്ട് കൊടുക്കുമ്പോ. എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ ഒരു ലെയർ ഇതിലേക്ക് ഇടുക. നമ്മുടെ മസാല കുറച്ചുകൂടെ ഉണ്ടായിരുന്നേക്ക് കൊള്ളായിരുന്നു. ആവശ്യമായിട്ടായിരുന്നു നമ്മളല്ലേ? അതെ അല്ലേ? മതി. അടുത്ത ലെയറിന് വേണ്ടേ സെക്കൻഡ് ലെയറും അങ്ങനെ നമ്മൾ വിജയകരമായി സക്സസ്ഫുള്ളി ചെയ്തു. ഒരു തേർഡ് ആക്കാൻ പറ്റുമോ? വേണ്ട ഇതോ അങ്ങനെ ലാസ്റ്റ് അസംബിളും കഴിഞ്ഞ് ബാക്കി തന്നെ മുട്ട ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് കറക്കിയ സോനു മൊത്തത്തില് സമാധാനമില്ലത് ഉള്ളിലൊക്കെ പോയിക്കോളും. ഗൈസ്, ഇത് ഒരു സൈഡ് നമ്മൾ ഫ്ലിപ്പാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും കൂടെ കുറച്ച് വേവട്ടെ. യെസ് ഫ്രണ്ട്സ്, നമ്മുടെ ചട്ടിപ്പത്രി റെഡി ആയിരിക്കുകയാണ്. ഈസി സമൂസ ഷീറ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ചട്ടിപ്പത്രി റെഡിയായി. അപ്പോൾ ചൂടുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ ഒന്ന് മഴ പെയ്തൊന്നും പറഞ്ഞിട്ട് ആരും കമൻറ്റ് ചെയ്യില്ല. ഞാൻ നോക്കിയില്ല. കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്താവോ? അപ്പോൾ നിങ്ങൾ ഉണ്ടല്ലോ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കണേ. അത് പിടിച്ചോട്ടെ, ചൂടുണ്ട്. അയ്യോ, ഈസി ചട്ടിപ്പത്രി റെഡി ആയിട്ടുണ്ട് നമ്മുടെ. അതിൻ്റെ ഇടയിൽ ഞാൻ ജ്യൂസ്, കുമ്മിട്ടിക്ക ജ്യൂസും, കുമ്മിട്ടിക്ക മീൻസ് വാട്ടർമെലൺ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. ഇത് വിത്തൗട്ടാണ്. മഷൂനും ബസിക്കും വിത്തൗട്ട് കുമ്മട്ടിയുടെയും ഓറഞ്ചിൻ്റെയും വാട്ടർ. നമുക്ക് പാലിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇത് തന്നെ പഞ്ചസാര ഇട്ടെന്നുള്ളൂ. പഞ്ചസാരയൊക്കെ ഞാൻ എന്താണ് ഒഴിവാക്കാൻ പോണേ, എനിക്കെന്നെ അറിഞ്ഞൂടാ. ആക്കും ഇൻഷാല്ല. എനിക്കെന്നെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര. നമുക്കധികം ഇങ്ങനെ നടക്കുമ്പോഴോ ഓടുമ്പോഴോ ഒന്നും പറ്റൂല. അതുമല്ല നമ്മൾ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോഴത്തേക്കും ബെല്ലി ഫാറ്റും. എനിക്ക് ഒരു ബെല്ലി ഫാറ്റാണ് ഭയങ്കര ഓവറായിട്ട് തോന്നുന്നത്. വയറ് നല്ലോണം ചാടി. എനിക്ക് നല്ലോണം ചാടിയിട്ട് കമൻറ്റിൽ നിങ്ങളെല്ലാം ചോദിച്ചു പ്രഗ്നൻ്റ് ആണോ. എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി റാണി ആൻറ്റി എന്നോട് വിശേഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത്ര ചീസി ഫുഡ്, ഭയങ്കര പ്രോസസ്ഡ് ഫുഡ് കുറേ കഴിച്ചിട്ടുണ്ട് ഞാൻ. ചീസായാലും മധുരം ആയാലും അങ്ങനെ കുറേ കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്. അപ്പോൾ എന്തായാലും കുറക്കണം. മധുരം പതുക്കെ കുറക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ക്രീവിങ്സേ എല്ലാം കുറക്കണം. ഇൻഷാല്ലാ കുറക്കും. അപ്പോൾ ഞാൻ എൻ്റെ മധുരം ഇട്ടിട്ട് വാട്ടർമെലൺ ജ്യൂസ് അടിക്കട്ടെ. എബു ഇപ്പം എഴുന്നേറ്റിട്ട് മഷു ഉറക്കാൻ പോയേക്കരെയാണ്. പുറത്ത് നോക്കുമ്പോഴത്തേക്കൊരു മഴക്കാറ് ഫീൽ വരുന്നുണ്ട്. കാണിച്ചുതരാം നിങ്ങൾ. അങ്ങനെ ഇതിവിടെ പോയിട്ട് കാണിക്കാൻ പറ്റും നോക്കാം. ഒന്ന് വെയിറ്റ്. ഇല്ല വേണ്ട, വെയിലാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ മഷുവിന് പാല് കൊടുക്കണേ കുട്ടിക്ക്. അവനെ ഫീഡ് ചെയ്ത് ഉറക്കിയിട്ട് വരും. അപ്പോഴേക്ക് നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ പണിയൊക്കെ അത്യാവശ്യം ഒതുങ്ങിയിട്ടുണ്ട്. ചട്ടിപ്പത്രി ഉണ്ടാക്കി സോനു, ഞാൻ സമോസ ഉണ്ടാക്കിയിട്ടുണ്ട്, ചീസും ഉണ്ടാക്കി, വിതൗട്ട് ചീസും ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടും കഴിക്കാമെന്ന് വിചാരിച്ചു. കൂട്ടി വാട്ടർമെലൺ ജ്യൂസ് ആൻഡ് ഓൾ. പിന്നെന്താ, ഇന്ന് ബീഫ് കറി. ചിലപ്പോൾ നമ്മൾ നൈച്ചോറ് വെക്കും, കൂടെ പത്തിരിയും. നമ്മൾ അടിപൊളിയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ മേളിൽ വന്നു. എബു എണീറ്റ് ഉറക്കത്തിൽ നിന്ന് അവന് തിന്നാനൊക്കെ കൊടുത്തിട്ട് ഞാൻ മേളിൽ വന്ന് ഇപ്പോൾ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് പണിയുണ്ട് മേളിൽ.
രാവിലെ അടിച്ചൊക്കെ ക്ലീൻ ആക്കിയിട്ടതാണ്. ഡ്രസ്സ് അലക്കിയിട്ടതൊക്കെ ഒന്ന് ഉണങ്ങാൻ ഇടാനുണ്ട്, ബാക്കി അടുത്ത സെറ്റ് അലക്കാനൊക്കെ ഉണ്ട്. സോ ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് വേണം അസുരൊക്കെ നിസ്കരിച്ചിട്ട് ഉമ്മയുടെ പേരിൽ ഓതാൻ. പണികളൊക്കെ അതിന് തീർക്കട്ടെ. ബേബി ഉറക്കത്തിൽ നിന്ന് എണീറ്റു, ഓതിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു 6 ആയി. നമ്മൾ പൊരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. യെസ്, ഞാനിന്ന് 2 ടൈപ്പ് ഓഫ് സമോസ ഉണ്ടാക്കിയിട്ടുണ്ട്. നോർമൽ സമോസ, ചീസ് സമോസ. മസാല ഒക്കെ സെയിം ആണ്. പിന്നെ നമ്മൾ കുറച്ച് ചീസ് ആഡ് ചെയ്യും അതിൽ, മൊസറല്ല ചീസ്. എനിക്ക് മൊസറല്ല ആഡ് ചെയ്യണോ സ്ലൈസ് ആഡ് ചെയ്യണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ ആസ്ക് മൈ ദീദി and she said mozzarella add ചെയ്തു. അതുകൊണ്ട് mozzarella add ചെയ്തു. സുനു ഷീസ് ഗെറ്റിംഗ് ഫ്രഷ്. സൈഗു ഉറങ്ങി ഗൈസ്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞാണ് ഉറങ്ങല്ലേ സൈഗു, നീ ഇല്ലെങ്കിൽ ഒരു വൈബ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് നോമ്പ് തുറക്കാൻ. ഷീ വാസ് ലൈക്ക് എന്നെ വിളിച്ചാൽ മതി മഷ്മ, എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ എക്സാമിൻ്റെ ക്ഷീണമായിരിക്കും. ഓ അതെടുക്കാം. യെസ്, ഹായ് ഹായ് ഹായ്. ഒരു വായ ചോറ് എപ്പോഴാണ് ഇറക്കാൻ പോണേ? ലാസ്റ്റത്തെ ഒരു വായ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ പോകണം എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ നമ്മുടെ പ്ലെയിൻ സമോസ ഈസ് റെഡി. എണ്ണയിൽ മുങ്ങിക്കെടുക്കുക. അടുത്ത വേണം ചീസ് പൊരിക്കാൻ. അതിനു മുമ്പ് ഐ തിങ്ക് ഞാൻ റോൾ പൊരിക്കും. ഇന്നലത്തെ ചീസ് ചിലപ്പോൾ മെൽട്ടായി വരാൻ ചാൻസ് ഉണ്ട്. അടുത്തത് റോൾ. അൽഹംദുലില്ലാ അങ്ങനെ 14-ാം രാവിന്റെ നോമ്പും കംപ്ലീറ്റ് ആയി. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ആണ്ടും കൂടെ ആണ്. അതുകൊണ്ടിട്ടൊരു ഒരു സ്പെഷ്യൽ ഒരു മെമ്മറീസും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോമ്പ് ഇറങ്ങാം. സുനെ എൻ്റെ അപ്പത്തിൻ്റെ പകുതി കഴിച്ചോളൂ. ലൈക്ക് ദാറ്റ്. Thank you. മോനെല്ലാം ഒരു വൈബ് ഉണ്ടാവില്ല, അതാണ് വിളിക്കാൻ പറഞ്ഞത്. കഴിച്ച സൈക്കിളിന് വേണ്ടി ചീസ് ഇട്ടിട്ടൊക്കെ സമോസ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചോദിക്കണോ? നമ്മൾ സെയിം അല്ലേ? മധുരിടാനിട്ടൊരു ചമ്പും ചവയില്ലാത്ത സാധനം. ആദ്യം ചീസ് ഇല്ലാത്തത് കഴിക്കാം. ആദ്യമേ മത്തിപ്പാവണ്ട. സോ ആദ്യം ഇത് ചീസ് സമോസ സൈഡ് കഴിക്കാൻ പോകുന്നു. ചീസ് ഇല്ലാത്ത വെറുതെ അല്ല നീ മൊസറല്ല ഇടാൻ പറഞ്ഞ. നോർമൽ സമോസ അങ്ങനെ ഉണ്ട്. ഇത് പറഞ്ഞാൽ കഴിച്ചോ, കുറച്ച് ചീസ് പ്രോട്ടീൻ ആണ്. ഇഷ്ടമായ സൈഗു? ഇവിടെ നിങ്ങൾക്കൊക്കെ കട്ട്ലറ്റ് ആണ് ഒരു വൈബ്. നോമ്പ് എനിക്ക് സമോസ. വേറെ എന്ത് കിട്ടിയും കുഴപ്പമില്ല. സമോസ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്ട്രോങ് ചായ കൂടെ കാണാറുണ്ട്. പക്ഷെ ഇനിയിപ്പോ അത് രക്ഷയില്ല.
വല്ലപ്പോഴും രാവിലെ ആ അതാണ് ഇപ്പൊ അങ്ങനെ ചെയ്യാറ്. പിന്നെ ചീസ് ഇല്ലാത്തത്. റോള് എനിക്ക് ചീസ് ഇല്ലാത്തത് ഇഷ്ടമായി. എനിക്ക് ചീസ് വെക്കണമെങ്കിൽ സ്ലൈസ് വെക്കണമെന്ന് തോന്നുന്നു. എപ്പോഴും ഞാൻ സ്ലൈസ് വെച്ചിട്ട് ഉണ്ടാക്കണം. അല്ലേ ഇതൊരു കട്ടി ഫീൽ ചെയ്യണ്ടേ. ഇന്ന് എന്റെ മോളുടെ മാത്സ് എക്സാം ആയിരുന്നു. പറ അത് പറയണം അങ്ങനത്തെ അവളുടെ വായിൽ തന്നെ അതന്നെ. വന്ന് പറഞ്ഞു എക്സാം കുറച്ച് കുഴപ്പമില്ലായിരുന്നു, ഈസി ആയിരുന്നു, എനിക്ക് ഇത്ര മാർക്ക് കിട്ടും. മോർ ബെറ്റർ ലൈക്ക് എപ്പോഴും കമ്പയർ ആക്കും. അത് കേട്ടപ്പോ സന്തോഷായി. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഇപ്പൊ ട്യൂഷൻ എടുക്കുന്ന ഒരു സാറിന് പറഞ്ഞു. കാരണം ആ സാറ് കറക്റ്റ് ഫോളോ ചെയ്ത് അവളെ ഈ ലാസ്റ്റ് ഡേ ഒക്കെ ഇന്നലെയൊക്കെ 3 നേരമാണ് ക്ലാസ് എടുത്തത്. പക്ഷെ ആ സാറിന്റെ ഡെഡിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇന്നത്തെ എക്സാം ഈസി ആയിരുന്നു. അപ്പൊ സാറിനൊരു കൈയടിയും സല്യൂട്ടും ഉണ്ട്. അല്ല അവൾക്ക് മാത്സ് എന്ന് പറഞ്ഞിട്ട് ചെറുപ്പം മൂലം ഭയങ്കര ടഫാ. ആ സംഭവം അത്ര ഈസി ആക്കി എടുത്ത്. ചെറുപ്പം മീൻസ് 7th കഴിയുമ്പോഴാണ് ഒരു കൺഫ്യൂഷൻ വരാൻ തുടങ്ങിയത്. ഒരു ഫിയർ കയറാൻ തുടങ്ങിയത്, മാത്സ് എന്നൊരു ഫിയർ. ആക്ച്വലി അവർക്ക് ടഫ് അല്ല, ഷി വാസ് സ്കേർഡ്. മനസ്സിലായോ? ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ടെൻസ്ഡ് ആവും. അതാണ് മാറ്റർ. അപ്പൊ നമ്മൾ ടെൻഷൻ ആയിട്ട് കാര്യമല്ല മാത്സിൽ. പേപ്പർ കിട്ടുമ്പോ ഫുൾ പേപ്പർ നോക്കരുത്. എല്ലാരും എങ്ങനെയാ പറയണേ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നമ്മളെ ടീച്ചേഴ്സും അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളൂ. എല്ലാം ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻസ്, എന്നിട്ട് പ്രിപ്പയർ ആക്കുക. എൻ്റെ മെത്തേഡ് അങ്ങനെയല്ല. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ ഫുള്ള് വായിച്ചു നോക്കിയിട്ട് ഇനി അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ച് അതും മറന്നു. സോ വാട്ട് ഐ ഡു ഈസ്, ഇതിനൊക്കെ വേണമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ വിടാട്ടാ. എൻ്റെ ഒരു ടിപ്സ് ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സ്റ്റഡി ചെയ്യുമ്പോൾ അങ്ങനെ വൺസ് ഐ ഗെറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ഐ സീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറിയോ എഴുതാൻ തുടങ്ങും. നെക്സ്റ്റ് ഐ ഗോ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ഐ ഗോ ടു ദ തേർഡ്. ഇഫ് ഐ ഡോണ്ട് നോ ദ തേർഡ്, ലീവ് ഇറ്റ്, ഗോ ടു ദ ഫോർത്ത്. ഇത് എല്ലാം ഒന്നിച്ച് നോക്കി സ്ട്രെസ്സായി ടെൻഷൻ അടിച്ച് സ്വെറ്റായി അറിയണതും സ്റ്റാർട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് മറന്നു പോകും. സോ ഐ ടോൾഡ് യെസ്റ്റർഡേ എല്ലാം മോദി അങ്ങനെ ടെൻസ്ഡ് ആവണ്ട. once you get the question paper start writing. പക്ഷെ എല്ലാം ഫസ്റ്റ് ആയി നോക്കില്ല ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ നോക്കില്ല. പക്ഷേ സ്റ്റാർട്ടിങ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കില്ല, അങ്ങനെ പോലും നോക്കിയില്ല. ഫസ്റ്റ് പേജില് ഞാൻ അവിടെ വെച്ച് എന്നിട്ട് എല്ലാം ഞാൻ പേരൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ആലോചിച്ച് breathe. I told you to breathe. Yeah, I told her yesterday full counseling കൊടുത്തു. Breathe ചെയ്യുന്നു deep ആയിട്ട്. എന്നിട്ട് just start writing. കാമായിരുന്നിട്ട് ഒരു കാര്യമില്ലായിരുന്നു, ഒന്നും അറിയാൻ ഞാനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ അതിന് മുമ്പ് തന്നെ കാമായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ കാമായിരുന്നു, ഫുൾ കാം 2 മണിക്കൂർ. എല്ലാരും ഇതുപോലെ തന്നെ എല്ലാരും ഉപദേശം കൊടുത്തു. മാഷ് കൊടുത്ത്, ബസ് കൊടുത്ത്, ഞാൻ കൊടുത്ത്, സാറ് കൊടുത്ത്, ഗ്രീൻ സാറ് കൊടുത്ത്, എല്ലാരും പറഞ്ഞു ആദ്യം സുരുവിന് വേണ്ടത് ആ സ്ട്രെസ് ഭയങ്കര സ്ട്രെസ് ആവും. മാത്സ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്സാണ്. ഇപ്പൊ കുറച്ച് എനിക്ക് തോന്നുന്നു എല്ലാരും പറഞ്ഞു അവർക്കൊരു തണുപ്പായെന്ന് തോന്നുന്നു മനസ്സ്. ഇങ്ങനെ കുറച്ച് തണുപ്പ്. ഇങ്ങനെ മാർക്ക് നന്നായിട്ട് മേടിച്ചു അടുത്തോളം. ഹൗസ് ദ ചിക്കൻ എന്താണ് ചോദിച്ചത്? ചട്ടിപ്പത്തിരി. ചട്ടിപ്പത്തിരി പോലെ ഉണ്ടാവും. കുറച്ച് ഉപ്പ് കയറി പോയിരുന്നു. എന്നാലും കൊള്ളാം. അല്ല എല്ലാ ചട്ടിപ്പത്തിരി പോലെ തന്നെ ഉണ്ടാവും. അതുപോലെ ഉണ്ട്. ഇതൊരു ആൾട്ടേർഡ് വെർഷൻ. ഈസി വെർഷൻ. സമോസ ഷീറ്റ് വെച്ച് ചട്ടിപ്പത്തിരി ആക്കിയത്. ഉപ്പ് ഈയിടെ ആയിട്ട് അത്ര ഇത് കിട്ടണമെന്ന് തോന്നുന്നു. കാൽക്കുലേഷൻ മുട്ടയുടെ ഇതായിരിക്കും ലാസ്റ്റ് അതിങ്ങനെ കലക്കി വയ്ക്കുമല്ല. അതിൽ ഉപ്പാണെന്ന് തോന്നാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഈറ്റ് ഓൾ ദിസ്. ഇങ്ങനെ നോമ്പ് തുറ നിസ്കാര ഓത്തൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് വീടിന്റെ ഫ്രണ്ടില് വരുമ്പോ 14 രാവായിട്ട് നല്ല ഉദിച്ച് നിൽക്കുന്ന ചന്ദ്രൻ.
എനിക്ക് വീഡിയോയിൽ നിങ്ങളെ ഇങ്ങനെ കാണിക്കണമെന്ന് അറിഞ്ഞൂടാ, അത്ര ക്ലിയർ ഇല്ല. പക്ഷേ ഇത് നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് കണ്ണി കാണുമ്പില്ലേ ഇല്ല 2x. പക്ഷെ ദിസ് ഇസ് നോട്ട് ദ വ്യൂ, ഇതല്ല. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് കാണാനാണെങ്കിൽ എന്ത് ഭംഗിയാണ്. ആണേ. ഓ ബേബിക്ക് എക്സ്ട്രാ ഹാപ്പിനെസ് ഉണ്ടാവും ഉമ്മയുടെ ആണ്ടിന്റെ ദിവസം തന്നെ ഇങ്ങനെ ഒരു എന്റെ ഉമ്മാന്റെ ഒരു എന്താ പറയാ ഒരു ഊഹടൊക്കെ ഇങ്ങനെ കാണും. ഞാൻ കുറച്ചേരം ഇങ്ങനെ നോക്കിണ്ട് അത് കുറച്ചിപ്പോ കാർമേഫിന്റെ ഇടയിൽ പോയി. റിയൽ ആയിട്ട് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഒന്നാമത് ഞാൻ മൂൺ ഫാനാ, എവിടെ ഉണ്ടെങ്കിലും ഞാൻ കാണും, അത്ര ഇഷ്ടം എനിക്ക്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഡിന്നർ പ്രിപ്പറേഷൻ ആണ്. ഇന്ന് പത്തിരി കഴിക്കാനായിരുന്നു ആഗ്രഹം ആൾക്ക്, പിന്നെ ജിമ്മൊക്കെ പോകാൻ ടൈമായി. അതുകൊണ്ട് പറഞ്ഞ് നെയ്ച്ചോറ് വെക്കാം, നമ്മൾ വീട്ടിൽ തന്നെ ഹായ് പുറത്ത് പോവാറില്ലല്ലോ പാവ ഇപ്പൊ. അപ്പൊ ഒന്ന് ഡോർ തുറന്നപ്പോ തന്നെ ഓടാനുള്ളൊരു ആഗ്രഹം. എന്റെ വരച്ച് താഴെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പരിപാടികളൊക്കെ തുടങ്ങാല്ലേ. റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയിലാണ്. സോനിൻ്റെ കിടല നെയ്ച്ചോറ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നെയ്ച്ചോറ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന്, അതുകൊണ്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് കാണിക്കണില്ല ഗൈസ്. ഞാനും പിള്ളേരോടെ ഫുള്ള് കളിയായിരുന്നു. ബോട്ടിൽ ഫ്ലിപ്പൊക്കെ ചെയ്ത് കളിക്കണം. നെയ്ച്ചോറായിട്ട് വേണം ഒരു ബീഫ് കറി കൂട്ടി തകർക്കാൻ. സോനു നെയ്ച്ചോറൊക്കെ ചെയ്ത് കഴിഞ്ഞ് സോനു ഫ്രഷ് ആവാൻ പോയി. ഞാൻ ഈ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട്, ഞാൻ ഇപ്പോൾ ഡാൻസ് ആക്കണ പോലെ ഉണ്ടാവുമല്ലേ, നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് ബേബിക്ക് ഡിന്നറൊക്കെ ഉണ്ടാക്കി വെക്കും. ബേബിക്ക് വേറെ സെപ്പറേറ്റ് ഡിന്നറല്ലേ, സാലഡ്സ് അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ മുകളിൽ വർക്കൗട്ട് ചെയ്യാൻ വരും. ഇപ്പോൾ വെയിറ്റ് ട്രെയിനിങ് ഒന്നും അങ്ങനെ നടക്കണില്ല, ബിക്കോസ് ബേബിക്ക് ടൈമില്ല. ബേബി നോമ്പ് തുറന്നിട്ടാണ് ജിമ്മിലോട്ട് പോണേ. അപ്പോൾ ഞാൻ ബേബി ഇല്ലാതെ വെയിറ്റ് ട്രെയിനിങ് അങ്ങനെ ചെയ്യൂല, റിസ്ക് എടുക്കൂല ആക്ച്വലി. അപ്പോൾ ഐ ജസ്റ്റ് വാക്ക് ഇൻ ട്രെഡ്മിൽ ഒരു 1/2 hour 45 minutes ഞാനിങ്ങനെ നടക്കും. ആ സമയമാകുമ്പോൾ ബേബി വരും. ബേബി ജിമ്മിൽ നിന്ന് വന്നിട്ട് ട്രെഡ്മിൽ ഇവിടെ നടക്കും. ബിക്കോസ് ജിമ്മിൽ ബേബിക്ക് ട്രെഡ്മിൽ നടക്കാൻ കംഫർട്ടല്ല. ബേബിക്ക് ഇങ്ങനെ വീഡിയോസ് എന്തെങ്കിലും കണ്ടുകൊണ്ട് ഇവിടെ നടക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവിടെ വർക്കൗട്ട്സൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നടക്കാനായിട്ട് വരും. ബേബി വരണ മുമ്പ് എന്നെ നടന്ന് തീരണം. ഞാൻ കുറച്ച് സ്ട്രെച്ചും വാക്ക് സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് ഒരു നോമ്പ് തുറക്കുമ്പോൾ കഴിച്ചതൊക്കെ പോവണ്ടേ, എന്നിട്ട് വേണം നെയ്ച്ചോറ് കഴിക്കാൻ. അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ ക്വാണ്ടിറ്റി എന്തായാലും കുറഞ്ഞിട്ടുണ്ട് കഴിക്കണത്. അങ്ങനെ ഞാനിപ്പോൾ എബുനെ താഴെ സൈഗോസുമായിട്ട് അവൻ കളിയാണ്, നല്ല മൂഡിലാണ്. അപ്പോൾ ഞാൻ നൈസായിട്ട് മുകളിൽ വന്ന്
ഇനി ഇത് നടന്നു കഴിഞ്ഞിട്ട് വേണം ഈ വർക്കൗട്ട് ഏരിയ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കാൻ. ഞാൻ മുകളിൽ വർക്കൗട്ട് ഏരിയ ക്ലീൻ ആക്കാതെ കുറച്ച് ദിവസമായി, ഒരു 2-3 days ആയി. കുറച്ച് പെട്ടെന്ന് പൊടി പിടിക്കും ഓപ്പൺ ഏരിയ ആയതുകൊണ്ട്. ഇനി കുറച്ച് നടന്നിട്ട് വേണം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഐ ഹാവ് ടു ടേക്ക് ബാത്ത് ആൻഡ് ഓൾ. എന്നിട്ട് വേണം ഡിന്നറൊക്കെ കഴിക്കാൻ. ആ ടൈം ബേബി വരും. സോ യാ, ലെറ്റ് മീ വാക്ക്. ഞാനിപ്പോൾ ഇൻക്ലൈൻ 8 ഇട്ടിട്ട് 4.5 നടന്നുകൊണ്ടിരിക്കണേ. നമ്മൾ വെറുതെ കുറേ ഓടിയിട്ട് കാര്യമില്ല. ഇറ്റ് ഡസൻറ്റ് ബേൺ യുവർ ഫാറ്റ്. അപ്പം അതൊക്കെ ഇങ്ങനെ നടക്കുക. ഇൻക്ലൈൻ 10 ഇടാം, കൂടുതലിടാം, കാല് കടച്ചൽ വരും. അപ്പോൾ ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. അതൊക്കെ ഇങ്ങനെ നടന്നാൽ മതി. ഓടിയിട്ട് ഒരു കാര്യമില്ല ട്രെഡ്മില്ലിൽ. അപ്പം ഞാൻ എൻ്റെ പണി കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ, പാട്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആൾ വന്നെന്നാണ് തോന്നണേ. ആ കറക്റ്റ് വന്നെത്തിയിട്ടുണ്ട്. ഞാൻ ഇടാറില്ലല്ലോ ഇങ്ങനെ വർക്കൗട്ട് ആക്കുമ്പോൾ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കയറി പെട്ടുപോയി, ഇറങ്ങാനും പറ്റില്ല. ഇല്ല, അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനല്ലല്ലോ റിവ്യൂൽ എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു ടൂർ ചെയ്യണതാ റിവ്യൂ. എന്ത് റിവ്യൂലുള്ള ഇനി ക്ലീൻ ആക്കി കാണിച്ചു കൊടുക്കും. ജിമ്മ് കഴിഞ്ഞ് വന്ന കഴിച്ചു ഇനി കുറച്ചു നേരം. നീ ഇപ്പൊ കയറിയുള്ളൂ 10 minutes more. അതിനെന്താ 10 minutes വെയിറ്റ് ചെയ്യാൻ പറ്റൂലേ? 10 minutes കൂടെ ഉള്ളൂ എനിക്ക്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല. സാധാരണ ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നു ട്രെഡ്മില്ലിൽ. നിങ്ങൾ വരുമ്പോൾ 10 minutes ഉണ്ടായിരുന്നു, സെയിം ടൈമിങ്സ്. അപ്പൊ നീ കത്തിയടിച്ച സമയം പറഞ്ഞിട്ടുണ്ടാവും. അല്ല, യൂഷ്വലി ഞാൻ ജിം ഡ്രസ് ഇടും, വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യണം. പിന്നെ ഇപ്പൊ എനിക്ക് പെരുന്നാൾ വൈബില് അതിനെന്താ വർക്ക്ഔട്ട് ചെയ്താൽ പോരെ? ഡ്രസ് ഡസന്റ് മാറ്റർ. സാധാരണ ഇങ്ങനെയല്ലല്ലോ. അപ്പൊ പുതിയൊരു ഡ്രസ് കണ്ടപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചാണ്. അല്ല, ഇന്ന് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഞാൻ സൽവാർ ഇടുന്നത്. എനിക്ക് ഒട്ടും ടൈമില്ല. ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ടു ഡു വർക്ക്ഔട്ട്, അല്ലെങ്കിൽ ഐ വോണ്ട് ടു മേക്ക് സ്റ്റെപ്സ് എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും നോക്കൂല. ഇട്ട് ഡ്രസ്സ് ഇതാണ് ഞാൻ മുകളിലോടി വരും, എപ്പോഴും താഴാക്കി. എനിക്കിഷ്ടമല്ല ഇത്ര വെട്ടം. ഈ വെട്ടത്തിലായിരിക്കും ഞാൻ നടക്കണം. ഇപ്പൊ നിങ്ങൾ ഡിമാക്കി പ്രകാശം പറക്കട്ടാക്കി. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇത്ര ബ്രൈറ്റ്നെസ് വർക്ക്ഔട്ട് ആക്കാൻ. ബിക്കോസ് ഇറ്റ്സ് ഓപ്പൺ, വെരി വിസിബിൾ. ഞാൻ വിചാരിച്ചു ഞാൻ ഇത് കുറച്ചാളും കൂടി ഇനി കുറെ സെറ്റ് ചെയ്യാനുണ്ട് ഗൈസ് നമ്മുടെ ജിമ്മ്. എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇവർ റംദാൻ എന്ന് വിചാരിക്കുമ്പോൾ നമ്മളെ വ്യൂവേഴ്സ് എന്താ വിചാരിക്കണേ? നമ്മള് ഓത്തും നിസ്കാരം അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കല് തിന്നുക. അതെ അതെ അതെ. നോ, എനിക്ക് അങ്ങനെയൊന്നുമല്ല. ഈവൻ ബേബി ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മുടെ റൂട്ടീൻ പക്കായിട്ട് പോകുന്നുണ്ട്. വി ഈറ്റ്, വി വർക്ക് ഔട്ട്, ഇബാദത്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ ഒരു 24 hours നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ എവറിത്തിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതെ അത് നേരത്തെ പറഞ്ഞ അത് ഇവിടെ ഫുൾ ക്ലീൻ ആക്കണം. ഞാൻ ഇപ്പൊ 3 ഇതേ നടന്ന് ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചു. അപ്പൊ അതുവരെ നിങ്ങൾ തൂണ് കാണിക്കണ്ടല്ലോ, അതാണ് തിരിച്ച്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മോളില് പറമ്പോളൊക്കെ ക്ലീൻ ആക്കാതെ 3-4 days ആയി. സോ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് പെട്ടെന്ന് പൊടി അടിക്കണ്ടേ, ഇവരൊക്കെ കാണുമ്പോൾ അസ്വസ്ഥത. അപ്പൊ ഞാൻ നടന്നു കഴിഞ്ഞിട്ട് ബേബി നടക്കുമ്പോൾ വേണം ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ, വൃത്തിയാക്കിയിടാൻ. അപ്പൊ ഒരു വൈബാണ്. സാധാരണ വീട്ടിലെ ഹോം ജിം സെറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ട്രെഡ്മിൽ വാങ്ങിക്കണത് കുറഞ്ഞ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു രീതിയിലായിരിക്കും. പക്ഷെ ഞാൻ വാങ്ങിച്ചത് കമേഴ്ഷ്യൽ ടൈപ്പാണ്. കാരണം എനിക്ക് നിർബന്ധമായിരുന്നു ഫുള്ള് ജിമ്മ് സെറ്റപ്പിലെ മെഷീൻസും കാര്യങ്ങളും വേണം. അപ്പോൾ ട്രെഡ്മില്ലൊക്കെ എടുത്തത് അതെ ഏതാണ്ട് ഒരു 1.5 ലക്ഷം രൂപ വിലയുള്ള ട്രെഡ്മില്ലാണിത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഒരു ഹാഫ് ആൻ അവറിൽ കൂടുതലൊക്കെ അതായത് നടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ട്രെഡ്മില്ലൊക്കെ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ഓഫ് അടിക്കും. കട്ട് ഓഫ് അടിക്കും. ഇത് ഇപ്പോൾ ഇവള് കഴിഞ്ഞാൽ ഞാൻ കയറും. ചില ടൈമിൽ ഞാനിലേക്ക് സുനു കയറും. സുനുവിനൊരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ സൈഗു കയറും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് സംഭവം അല്ലേ. അതൊക്കെ പെട്ടെന്ന് നടന്നിട്ട് കഥയൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് നടന്നിട്ട് കൂടെ ഇറങ്ങി, എന്നിട്ട് വേണം എനിക്ക് തുടങ്ങാൻ. ഗൈസ് അങ്ങനെ എൻ്റെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞു, കുളിച്ച് ഫ്രഷായി ഭയങ്കര കാമായിട്ട് പീസ്ഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് ഗൈസ്. നെയ്ച്ചോറ് ഇറച്ചിക്കറി
അപ്പൊ എന്റെ ഡയറ്റിങ്ങില് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഇത്തിരി മാക്സിമം 100 ഗ്രാം വരെ എനിക്ക് നെയ്ച്ചോറ് കഴിക്കാന്നുണ്ട്. അത് നിങ്ങളുടെ ഡയറ്റിൽ മാത്രമല്ല, യൂഷ്വലി ഒരു ഹെൽത്തി ഡയറ്റിൽ വി ക്യാൻ ഈറ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് റൈസ്. ഞാൻ എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഓക്കെ. കൂടുതൽ അപ്പൊ അത് കഴിക്കാന്നുണ്ട്. അപ്പൊ ഞാനിത് ഒരു ആവശ്യത്തിന് ഞാൻ കഴിക്കും. കൈവിട്ട് പോകുമ്പോ അനാവശ്യത്തിൽ കൈവിട്ട് പോലെ പണ്ടത്തെ ബഷീർ ബഷീർ മതി 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 കൂടിയത് മതി 50-100 ഗ്രാം മതി ബേബി മതി ബേബി. 50-100 ഗ്രാം അത് പിന്നെ വേണം കഴിക്കാൻ. നിങ്ങൾ കയ്യിന്ന് പോണ്ട, കയ്യിന്ന് പോണ്ട. ഇല്ല ബേബിയുടെ നല്ല കല്ല എന്ത് ഡിഫറൻസ് എടിയാ. പക്ഷെ അത് 100 ഗ്രാം ഒന്നും ഇല്ലെന്ന്. 100 ഗ്രാം വരെ ക്വാണ്ടിറ്റി വരും. നിങ്ങൾ മോളി കൊടുത്തേ. ഒരു നേരം വെയിറ്റ് വാങ്ങിക്കും. സാലഡ് കഴിക്കണം കേട്ടോ ബേബി. ഇതൂട്ടല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് തിന്നാൻ കൊന്നു. സാലഡ് വേണ്ട, ആപ്പ് ഉണ്ടാവും. ഈ അടുത്തൊരു പെണ്ണ് പരിചയം കണ്ടല്ലേ? അങ്ങനെയാണ് അധികം അല്ലല്ലോ. അല്ല, എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇതേപോലെ ട്രെയിനറും ഡയറ്റീഷ്യൻസും എല്ലാരും ഉണ്ട്. ശരിയല്ല, ന്യൂട്രീഷനിസ്റ്റ് വേറെ ആരുമല്ല ഗൈസ്, ഞാൻ തന്നെ കേട്ടാ. ഓക്കെ, സുനു സാലഡിന് തുടങ്ങുന്നതാണ്. ഹെൽത്തി സുനു. മാത്രം കഴിക്കണം. റിയലി? നോക്കാം. Are you serious? ചെറുതായിട്ട് അത് ക്യാമറ ഓഫ് ആക്കുമ്പോ കാണാം ബിഹൈൻഡ് ദ സീൻ എല്ലാവരും. ഫ്രണ്ടിലായാലും ബാക്കിലായാലും എനിക്ക് അതിനെ നോക്കേണ്ട വിഷയമാണ്. ഓ ഐ വിൽ ഈറ്റ് സുഹൃത്ത് വേറെ ലെവല്. അടിപൊളിയാട്ടോ. ഓ അങ്ങനൊക്കെ പറട്ടെ. കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ഓ ഇനി ഞാനും കഴിക്കട്ടെ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നമ്മളെ ഉമ്മയുടെ ആണ്ടായിട്ട് നമ്മൾ അടിപൊളി നെയ്ച്ചോറും ബീഫൊക്കെ വെച്ച് കഴിച്ച് നമുക്ക് വേണ്ടി ദുആ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹാപ്പി ആയിട്ട് ഇന്നത്തെ റംദാൻ ഡേ പോയല്ലേ. മാഷാ അല്ലാ. ഓക്കെ, ഇനി ഞാനും കഴിക്കട്ടെ കഴിച്ചു. ഇവിടെ തീർക്കും. ഇതന്നെ പരിപാടി. ഇപ്പൊ നോമ്പ് തുറന്ന് എല്ലാം കഴിയുമ്പോ ഡിന്നറൊക്കെ കഴിയുമ്പോ നേരത്തെ സെഞ്ചുറി അടിച്ച് ബിസിയായി പോയി. ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. Who needs a GPS when you can navigate the ball like that? സുനു സെഞ്ചുറി അടിച്ച് എനിക്ക് എടുക്കാൻ പറ്റില്ല. സുനു ആരുമില്ല. നമ്മളെന്താ വെച്ചാ ഒരു കളിക്ക് 2 വിക്കറ്റ് ഉണ്ടല്ലോ, ഒരു കളിയിൽ 1 വിക്കറ്റ് അടുത്താൾ കയറും. പക്ഷേ കഴിഞ്ഞ കളിയിൽ ഒന്നും ആയില്ല. ഒറ്റ കളി കളിച്ചപ്പോ 104. ഞാൻ ഇവിടെ ഉറക്കാൻ പോയില്ലേ, ബിസിയായി പോയി. നിങ്ങൾ ചെറുപ്പിനൊക്കെ ഉണ്ടായിരുന്നു, ഫുള്ള് ഒച്ചപ്പാടായിരുന്നു, കേട്ടായിരുന്നു. ഔട്ടായിരിക്കും. അതന്നെ. സുനു ഇത് ഷൂട്ട് ചെയ്യുമ്പോ എന്താ ഭാഗ്യത്തിന് 6 കിട്ടി, അല്ലെങ്കിൽ അപ്പോൾ ഔട്ടാവും. അതന്നെ. അതന്നെ. ക്യാമറ ഓഫ് ആക്കിയതും ഫുള്ള് 0. സൈഗുടെ ആണ് ഗൈസ്. ഇപ്പൊ സൈഗുടെ ബാറ്റിംഗ് കണ്ട് നിങ്ങൾ നെറ്റ് ഗൈസ്. നമ്മളെ കിഴക്കമ്പളം പ്ലെയർ സൈഗം is on the floor. Oh. Yes, Saigu, all the best. തോറ്റൂല, കളിക്ക്. ഓ
ഓപ്പോസിറ്റ് അവരുടെ പേരുണ്ട് DJ ക്രിക്കറ്റ്. അവരും ഇന്ത്യക്കാരൻ തന്നെ. ഫുൾ ഇന്ത്യ സൈഗോ Bowler is spinning Yeah. a web around Yeah. him and he is helpless like a beached whale. Unfortunately, boundaries continue to Oh, remain good, good. frustratingly Single. elusive. കിട്ടിയല്ലോ, അടിപൊളി അടിപൊളി. സൈഗോ മറ്റവൻ 4 അടിച്ചിട്ടുണ്ട്. സൈഗോ അടിച്ചു, ഒരു 6 അടിച്ചു സൈഗോ. 12 2 6 ഒന്നിച്ച്. ക്യാമറ പോലെ എനിക്കൊരു പേടിയാവുള്ളു. സൈഗോ 12 ഇവിടെ 0 ആണല്ലോ. എന്നാലും നിന്റെ ഡാഡ നീ സെഞ്ചുറി അടിച്ചത് എടുത്തില്ലല്ലോ സുനു. ഡാഡ വല്ല സെഞ്ചുറി അവർ വേണ്ടി സൈഗോ ഡാഡ വല്ല സെഞ്ചുറി അടിക്കണായിരുന്നു സുനു. അപ്പൊ തന്നെ ക്യാമറ ഓണാക്കി. ക്യാമറ ഔട്ട് ഗൈസ്. അപ്പൊ ഈ ഫണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ആവും ഒരു 1.5 മണിക്കൂറോളം. അപ്പൊ സൈഗോ ഉണ്ടല്ലോ അടുത്ത് ഓടലാണ് സൈഗോ ഇപ്പോൾ ഔട്ട് ആവുമ്പോൾ. അപ്പോൾ എനിക്ക് ഇറ്റ്സ് ടൈം ടു സ്ലീപ്പ് ഗൈസ്. രാവിലെ ഒക്കെ എണീക്കാനുണ്ട്. സോ ലെറ്റ് മീ ഗോ ടു ദി റൂം. ബൈ ഗൈസ്, എൻജോയ് ഗൈസ്. അങ്ങനെ നോമ്പ് തുറക്കെ കഴിഞ്ഞിട്ട് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ഫണ്ണായിരിക്കും ഡിന്നറൊക്കെ കഴിഞ്ഞ ശേഷം. ഇപ്പോൾ 2 ദിവസമായിട്ട് ഈ ക്രിക്കറ്റൊക്കെ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ എന്തായാലും അടിപൊളിയായിരുന്നു. ഉമ്മയുടെ ആണ്ടൊക്കെ ആയിട്ട് നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു. മാഷാ അല്ലാ ഉമ്മനെ നമ്മൾ ഓർത്ത് മാഷാ അല്ലാ ഉമ്മ കാണുന്നുണ്ടാവും നമ്മളെ. അപ്പോൾ എനിക്ക് എന്തായാലും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ആക്കാനില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ മിസ് ദം. ഇന്നത്തെ ഡേ അത്രേ ഉള്ളൂ. ഞാനിനി ഉറങ്ങാൻ പോവാ. എബ്രോ ഓൾറെഡി ഉറങ്ങി. ആൻഡ് ലുക്ക് അറ്റ് മൈ സ്കിൻ, ഇറ്റ്സ് ഗ്ലോയിങ് മാഷാ അല്ലാ. അപ്പോൾ ഇപ്പോഴും ഞാൻ നൈറ്റ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ട് റാണിയുടെ. നിങ്ങൾക്കും ഈ പ്രോഡക്റ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒബ്വിയസ്ലി ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 24 hours ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് നിമിഷങ്ങൾ. അപ്പോൾ ഇനിയും കാണിക്കാത്ത കാര്യങ്ങൾ കുറേ ഞാൻ ചെയ്യും. പണിയൊക്കെ ഉണ്ടാവും. ഒരു ഷോർട്ട് ഗ്ലിംസ് മാത്രമേ ഞാനിങ്ങനെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. റാണിയുടെ എല്ലാ പ്രോഡക്ട്സിനും 60% ഓഫറാണ് നിങ്ങൾക്ക് ആമസോണിൽ ലഭിക്കാൻ പോണത്. പ്ലസ് എൻ്റെ കൂപ്പൺ കോഡും നിങ്ങൾ യൂസ് ചെയ്താൽ അഡീഷണൽ 25% നിങ്ങൾക്ക് കിട്ടും. സോ ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട. ടു ചെക്ക് ഇറ്റ് ഔട്ട് ദി ലിങ്ക്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ വിൽ സീ യു ഓൾ ഇൻ എ വെരി നെക്സ്റ്റ് വീഡിയോ. ബൈ.